അവനെങ്ങ് വിട്. നീ ഒന്ന് തടയാൻ പറ പവിത്ര. ഇതിലെത്ര എണ്ണത്തിന് ചങ്കുറപ്പുണ്ടെന്ന് ഞാനൊന്ന് കാണട്ടെ. ചങ്കുറപ്പും എല്ലുറപ്പും നിന്റെ അത്രയും മറ്റൊരുത്തനും വരില്ല. എനിക്കറിയാടോ അത്. കാട്ടുകൊമ്പനോട് മല്ലയുദ്ധം പാടില്ല, വാരിക്കുഴി ഒരുക്കണം. അതാണ് ബുദ്ധിയുള്ള മനുഷ്യന്റെ വഴി. കോടതിയിൽ നിന്ന് അച്ഛനതി രക്ഷിച്ചു, അതുകൊണ്ട് തീരുന്നില്ലല്ലോ. ഇല്ലടാ, അത് പറയാനാ ഞാൻ വന്നത്. 2 വിരല് മതി കൊരവള്ളി പൊട്ടിച്ച് നിന്നെ കൊല്ലാൻ. ചെയ്യാത്തത് നീ ചെയ്ത ക്രൂരതയ്ക്ക് നീ അനുഭവിക്കണം. സെൻട്രൽ ജയിലിലെ ജീവിതം എന്താണെന്ന് നീ അനുഭവിച്ചറിയണം. നിയമത്തിനും പോലീസിനും നിന്നെ പൂട്ടാൻ പറ്റുമോന്ന് ഞാൻ നോക്കും. നിയമവും പോലീസും ഒന്നും ഈ മുറ്റത്ത് കാലുകുത്തില്ല. അവർക്ക് വേണ്ടത് ശിക്ഷിക്കാനൊരു പ്രതിയാണെങ്കിൽ 1 പകരം 10 എണ്ണത്തിന് പവിത്രൻ കൊടുക്കും. കുറ്റമേറ്റു പറഞ്ഞ് ശിക്ഷ വാങ്ങാൻ പവിത്രന്റെ കയ്യിൽ തീറ്റിപ്പോറ്റുന്ന ഡമ്മികൾ ഒരുപാടുണ്ട്. എങ്കിൽ അന്ന് ഇന്ദുചൂടന്റെ കോടതി നിന്റെ കേസെടുക്കും. നിയമവും ന്യായാധിപനും ഞാൻ തന്നെ ആയിരിക്കും. കൊല്ലും ഞാൻ. നിന്റെ നെഞ്ചിന്റെ ആഴം ഒന്ന് അളക്കുന്നോ? പോയിന്റ് ബ്ലാങ്കിലാ നിൽപ്പ്. 1 ബുള്ളറ്റ് ധാരാളം. എന്താ ചൂടാ? ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ കൈയും നെഞ്ചും വിറയ്ക്കുന്നില്ലെങ്കിൽ നീ ആ ട്രിഗർ ഒന്ന് വലിക്കടാ. ഇരുട്ടിൽ ഒരു പെൺകുട്ടിയുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ കാണിച്ച ആ വൃത്തികെട്ട കരളുറപ്പ് നിന്റെ കയ്യിൽ ബാക്കിയുണ്ടെങ്കിൽ കാണിക്കടാ. നെഞ്ചിൻ കൂടി ചിതറിപ്പോവും എന്റെ വിരലൊന്നനങ്ങിയാൽ. ചെയ്യുന്നില്ല, ഞാൻ കാത്തിരിക്കും. നിന്റെ കയ്യിൽ വിലങ്ങ് വീഴുന്ന ദിവസം വരെ. നീ ഡമ്മികളെ ഇറക്കി രക്ഷപ്പെടാനാണ് ശ്രമമെങ്കിൽ ഞാൻ വരും. തൂണ് പിളർന്നും വരും. ത്രിസന്ധ്യയിൽ ഉമ്മറപ്പടിയിലിട്ട് നെഞ്ചു കീറി കുടൽമാല പുറത്തിടാൻ സംഹാരത്തിന്റെ അവതാരമായി അന്ന് ഞാൻ വരും. സാറിനെ ഒന്ന് കാണാനും വിരോധമില്ലെങ്കിൽ സ്റ്റേഷൻ വരെ ഒന്ന് കൊണ്ടുപോകാനും വന്നതാ. ചില കാര്യങ്ങൾ അറിയാനും ചോദിക്കാനും. ഇതൊരു അറസ്റ്റല്ല, ഒരു നടപടി. നോക്കിക്കാൻ സാറിന് വണ്ടിയിലേക്ക് കേട്ടോ. ഞാൻ വരാം. എന്ന നരകത്തിൽ നിന്നും അച്ഛനെ ത്രാണം ചെയ്യുന്നവൻ പുത്രൻ. സ്വർഗവും നരകവും ഈ ഭൂമിയിൽ തന്നെയാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. നീ എന്നെ നരകത്തിൽ നിന്ന് കരകയറ്റിയവനാണ്. ഈ നിമിഷം എനിക്ക് അഹങ്കാരമാണ് തോന്നുന്നത്. നിന്നെപ്പോലൊരു മകനുണ്ട് എന്നതിൽ ഞാൻ അഹങ്കരിക്കുന്നു. ഒരു മകന്റെ കടമ അത്രയല്ലേ ഞാൻ ചെയ്തുള്ളൂ. അതെ, കടമ, ബന്ധം, സ്നേഹം. നീ എനിക്ക് ഗുരുവാണിപ്പോൾ. നീ എനിക്ക് പഠിപ്പിച്ചു തന്നു. എല്ലാം അറിയാമെന്ന് ധരിച്ചിരുന്നൊരു വിഡ്ഢിയാണ് ഞാൻ. എന്റെ കണ്ണുകളിലൂടെ മാത്രമേ ഈ ലോകത്തെ ഞാൻ നോക്കിക്കണ്ടു. എന്റെ പെർസ്പെക്റ്റീവ് മാത്രമാണ് ശരിയെന്ന് ഞാൻ ധരിച്ചു. അതിര് കവിഞ്ഞ ആത്മാഭിമാനം. ഞാനൊരു നല്ല ന്യായാധിപനായിരുന്നു എന്നത് ജീവിതത്തിൽ എനിക്ക് എന്ത് നേടിത്തന്നു? നഷ്ടങ്ങൾ. ഒരു നല്ല അച്ഛനാവാൻ, ഒരു നല്ല ഭർത്താവ്, ഒരു നല്ല മനുഷ്യൻ ഇല്ല. പരാജയമായിരുന്നു മോനെ. അച്ഛാ, ഇങ്ങനെ ഇമോഷണൽ ആകരുത്. എല്ലാം കഴിഞ്ഞില്ലേ? എവരിത്തിങ് ഈസ് ഓവർ.
സോ റിലാക്സ്. നോ നോ മൈ സൺ, എനിക്ക് സംസാരിക്കണം. ഒരു വെറും മനുഷ്യനായി നിന്റെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ യോഗ്യതയില്ലാത്ത അച്ഛന് ഇന്ന് നിന്നോട് സംസാരിക്കണം. എന്താ ഇത്? ശരിക്കും റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ ഡോക്ടർ പോയത്. വന്ന് കിടക്കൂ. നല്ല ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു അച്ചു. അതൊക്കെ പോയില്ലേ, നീ പേടിക്കണ്ട. ഹൃദയമുള്ളവനല്ലേ ഹൃദയസ്തംഭനം വരൂ. എനിക്ക് ആ സ്ഥാനത്ത് കല്ലുകൊണ്ടോ മരം കൊണ്ടോ ഉണ്ടാക്കിയിട്ടുള്ളൊരു മെഷീനാണുള്ളത്. നിന്റെ അമ്മയുണ്ടല്ലോ അച്ചു, ഏതോ മുജ്ജന്മ ശാപമാണ് ആ പാവത്തിന്. അല്ലെങ്കിൽ എൻ്റെ കൂടെ ഒരു ജന്മം പാഴാക്കിയത് എന്തിനായിരുന്നു? എന്തൊക്കെയാ ഈ പറയണേ? സത്യം, എന്ത് യോഗ്യത ഉണ്ടോ എനിക്ക് തന്നെ പോലൊരു പാവത്തിനെ ഭാര്യയായി കിട്ടാൻ? ചിലപ്പോ ദൈവഹിതത്തിന്റെ ഒരു നിമിത്തമാവും ഞാൻ. ഇവനെ പോലൊരു മകന് ജന്മം കൊടുക്കാൻ വേണ്ടി മാത്രം ദൈവം സൃഷ്ടിച്ചതാവും എന്നെ. മോനെ, എനിക്കൊരപേക്ഷ നിന്നോടുള്ളൂ. മുറിഞ്ഞു പോയിടത്തുനിന്ന് നീ തുടങ്ങണം. നിന്നെ കാത്തിരിക്കുന്ന ഹൈറ്റ്സിലേക്ക് നീ യാത്ര തുടരണം. ഈ അച്ഛനും കൂടെ കാരണക്കാരനാണ് നിന്റെ നഷ്ടങ്ങൾക്ക്. എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഈ പൂമുഖത്ത് വെച്ച് നീ പറഞ്ഞ വാക്കുകൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഒരു ന്യായാധിപന്റെ പ്രജുഡീസ് മൈൻഡ്. സത്യമാണ്, മഹാ അപരാധമാണ് ഞാൻ ചെയ്തത്. പക്ഷേ വിധിയോ പ്രപഞ്ചശക്തികളോ കാലമോ എന്നെ നിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. ഒരു കുറ്റവാളിയുടെ വേഷമണിയിച്ച് നീ അച്ഛനു വേണ്ടി യുദ്ധം ചെയ്തു. അച്ഛനെ രക്ഷിച്ചു, എന്നെ കണ്ണു തുറപ്പിച്ചു. നീയാണ് ശരി, നീ മാത്രം. എന്തുകാലം മുടിയിച്ചു കൂടിയ മഹേശ്വരന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ നിന്റെ കാലിലൊന്നും തൊട്ടോട്ടെ. അച്ഛാ, അച്ഛാ, അരുത്. അച്ഛാ, അച്ഛാ, അച്ഛാ. ശിവനെ, അച്ഛാ. തോറ്റുപോയെന്നെന്തിനു കരുതി? ഇപ്പോഴും തോറ്റത് ഞാനല്ലേ? ഞാൻ